ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 33 പോയിൻറ്റ്സ് ഉയർന്ന് 23,412 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്കിൽ നിന്ന് 99 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 53,456 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ് 460 പോയിൻറ്റ്സിന് ഉയർച്ചയുണ്ടായി 60,164 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്ന് 55 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 17,994 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് എന്ന് 19.42 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 49 പോയിൻറ്റ്സ് ഉയർന്ന് 74,608 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DII FII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII 5,869 കോടി നെറ്റ് ബൈ ആയിരുന്നു DIയുടെ ഭാഗത്തുനിന്നുണ്ടായത്. FIIയുടെ ഭാഗത്തു നിന്ന് സെല്ലിംഗ് തുടരുകയാണ്. 4,703 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി PSU ബാങ്ക് ആൻഡ് നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ സ്ക്രീനിൽ കാണുന്ന ബാക്കി എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി മെറ്റൽ എബോവ് 3% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ ഒന്ന് 253 പോയിൻറ്റ്സ് കുറഞ്ഞ് 25,888 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 277 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 39,819 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 20 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 25,116 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി FMCG 56,04 ക്ലോസ് ചെയ്തപ്പോൾ 150 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 43 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 15,320 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 84 പോയിൻറ്റ്സ് ഉയർന്ന് 9,238 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി IT 27,916 ക്ലോസ് ചെയ്തപ്പോൾ 318 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 1395 ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന്. നിഫ്റ്റി മെറ്റൽ 409 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 13,290 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,437 ക്ലോസ് ചെയ്തപ്പോൾ 144 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഫാർമ 23,896 ക്ലോസ് ചെയ്തപ്പോൾ 55 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 7 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത് 8,064 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി എന്ന് 1 പോയിൻ്റ് കുറവുണ്ടായി 764 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേയിൽ 23,815 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,379 ക്ലോസ് ചെയ്തു. ഇന്ന് വെനസ്ഡേ 23,412 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ആകെ 763 പോയിൻറ്റിൻ്റെ കുറവാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. 3.16% ഫോൾ നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,412 നിൽക്കുമ്പോൾ 10.40% ലോസ് ആണ് നിഫ്റ്റി 50 ഈ വർഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സ് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 31 മെയ് 2025 24,750 നിഫ്റ്റി ഇന്ന് 23,412 നിൽക്കുമ്പോൾ 5.41% ലോസ് ആണ് കഴിഞ്ഞ 12 മാസമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,734 കമ്പനി ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,215 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അദാനി എൻ്റർപ്രൈസ് 3.86% റാലി നടത്തി. ടാറ്റ സ്റ്റീൽ 3.59% റാലി നടത്തി. ഹിൻഡാൽകോ 3.04%, അദാനി പോർട്സ് 2.94%, ഭാരതി ഇലക്ട്രിക് 2.82%, സിപ്ല 2.73%, ഭാരതി എയർടെൽ 1.84%, JSW Steel 1.80%, L&T 1.54% ആൻഡ് ഗ്രാസിം 1.47% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യ മോട്ടോഴ്സ് 2.17% ഫോളോ കണ്ടു. M&M 2.02% ഫോളോ നടത്തി. പവർ ഗ്രിഡ് 1.57%, ഇൻഫോസിസ് 1.51%, ടാറ്റ കൺസ്യൂമർ 1.44%, ബജാജ് ഓട്ടോ 1.30%, ടെക് മഹീന്ദ്ര 1.29%, TCS 1.20%, Sun Pharma 1.13%, and Shriram Finance
1.06% ഫോളാണെന്ന് കാണാൻ സാധിച്ചത്. ഇതൊരു ബയർ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഈവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ US ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റ വരുന്നുണ്ട് 14th May. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.